ശരിയാ. എങ്കിലും പുത്തൂരം വീട്ടുകാർ ഇത്രയ്ക്ക് ധിക്കാരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു വാക്കൊന്ന് ചോദിക്കാതെ പറയാതെ. ഇനി ഒന്നും നോക്കാനില്ല. മികച്ചേരി കുടുംബത്തിലെ സ്വത്ത് മുഴുവൻ ശ്രീധരമായി കൊടുത്താലും ശരി, ആരോമലിനേക്കാൾ മികച്ച ഒരു പോരാളിയെ കൊണ്ട് തുമ്പോലാർച്ചയ്ക്ക് പുട കൊടുപ്പിക്കണം. എനിക്കൊന്ന് തോന്നുന്നു, പുത്തൂരം വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറവന്നൂര് താമസിക്കുന്ന മച്ചുനിയൻ ചന്തുവായാൽ എന്താ? ആളുകൊള്ളാം. പക്ഷേങ്കില് എന്ത് പക്ഷേങ്കിലേ? ഉടനെ ഒരുങ്ങിക്കൊള്ളി. മികച്ചേരി കുടുംബത്തിന് പുത്തൂരം വീട്ടിനേക്കാൾ മേന്മയുണ്ടോ എന്ന് ഉദയപ്പനൊന്ന് നോക്കട്ടെ. വൈനാളിയ വന്ദനം. എന്താ പതിവില്ലാതെ മികവിൽ മികച്ചേരി വീട്ടുകാർ ഈ എളവന്നൂർ മഠം വരെ എത്താൻ? ചന്തുച്ചേകവരെ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. മികച്ചേരി കുടുംബത്തിന് ഇതിലുപരി ഒരു മാനക്കേട് ഉണ്ടാവാനില്ല. നിങ്ങൾ എന്തിനെ ഉള്ളി പൊളിക്കുന്ന പോലെ മൊഴിയാണ്? കാര്യം പറയും. പറയാം. എടാ, കുടിക്കാൻ ഇളനീർ കൊണ്ടുവരും. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരു മോളെ ഉള്ളൂ എന്ന് അങ്ങേക്കറിയാമല്ലോ. തുമ്പോലാർച്ച അവൾക്ക് നിങ്ങൾ എന്നോട് കാണിച്ച നെറുകേടിന് നിങ്ങൾക്ക് കൂലി കിട്ടി. നിങ്ങളുടെ മകൾ തുമ്പോലാർച്ചയെ ഞാൻ കൊതിച്ചു. ഞാൻ അവിടെ വന്ന് കെഞ്ചി അപേക്ഷിച്ചു. നിങ്ങൾ തന്നില്ല. ആരോമൽ ചേകവർക്കേ കൊടുക്കൂ എന്ന് നിങ്ങൾ ശഠിച്ചു. ഇപ്പോ അവനവളെ പിഴപ്പിച്ച് തെന്നി മാറിയപ്പോ നിങ്ങൾ ഇവിടെ വന്നിരിക്കണം അവളെ എന്റെ തലയിൽ വെക്കാൻ. നാണമില്ലല്ലോ ചേകവരെ നിങ്ങൾക്കിത് പറയാൻ? അങ്ങ് ഇത് വിശ്വസിക്കണം. എന്റെ മോൾ പിഴച്ചതല്ല, ഏതോ ഒരു പിഴച്ച പെണ്ണ് അവളെ ചതിച്ചതാണ്. തൃപ്പൻകോട്ടപ്പനാണ് സത്യം. എന്റെ മരുമോളുടെ കണ്ണീര് കണ്ടാൽ അങ്ങ് അത് വിശ്വസിക്കും. ശരി, അപ്പോ തൃപ്പങ്ങോട്ടപ്പന്റെ തിരുനടയിൽ വെച്ച് താൻ പിഴച്ചു പറ്റവളല്ലെന്ന് അവൾക്ക് സത്യം ചെയ്യാമോ? തീർച്ചയായും എന്റെ മോള് 100 തവണ സത്യം ചെയ്യും. ഞാൻ ചോദിക്കുന്നത് എന്തും സ്ത്രീധനമായി തരാമോ? അതിനങ്ങ് വിഷമിക്കണ്ട. മികവിൽ മികച്ചേരി കുടുംബം അങ്ങേക്ക് അരികെ വയ്ക്കാം. മറ്റൊന്ന്, സത്യം ചെയ്യുന്നതിന് മുമ്പ് ആരാന്റെ കുഞ്ഞല്ലേ അവിടെയുള്ളത്, അതിനെ കൊന്നിരിക്കാം. നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം. മോളെ തുമ്പോലാർച്ചേ, വരും. തുമ്പോലാർച്ചേ, എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ എന്തിനു വന്നെന്ന് നീ അറിഞ്ഞോ? എല്ലാം അമ്മ പറഞ്ഞറിഞ്ഞു. നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ ഇവിടെ എത്തിയത്. നിന്റെ മാനം രക്ഷിക്കാൻ. നിനക്ക് പുടവ തന്ന് മികച്ചേരി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ. നല്ലത്. എങ്കിൽ പിന്നെ ഞാൻ തൃപ്പങ്കോട്ടപ്പന്റെ തിരുനടയിൽ നിന്ന് സത്യം ചെയ്യണ്ടല്ലോ. വേണം വേണം. നാട്ടുകാരുടെ മുഖം തെളിയാൻ ദൈവത്തിന് മുമ്പിൽ സത്യം തെളിയിച്ചേ പറ്റൂ. ശ്രീരാമചന്ദ്രനും സീതാദേവിയോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. ശരി, സത്യം ചൊല്ലി ഞാൻ ജയിച്ചു വന്നാൽ അച്ഛൻ എനിക്കൊരു തുണ ചെയ്യണം. ഞാൻ വീശുന്ന വാൾ തടുക്കാൻ കെൽപ്പുള്ള പുരുഷന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ പുടവ വാങ്ങുകയുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള കുട്ടി. അച്ഛൻ ഈ വാർത്ത നാട് മുഴുവനും വിളംബരം ചെയ്യണം. പിഴച്ചുപെറ്റ പെണ്ണെന്ന് ചൊല്ലി വീമ്പിളക്കിയ ഏതേനും ഒരു ആൺതരിക്ക് ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് കീഴടക്കി പുടവ തരട്ടെ. ദുഷ്ടനായ ആരോമൽ ചേകവർ ഒഴികെ. അങ്ങനെ കുടുംബത്തിന്റെ മാനം കളഞ്ഞ നീ തന്നെ തിരിച്ചെടുക്കട്ടെ, അല്ലേ ചന്ദ്രശേഖരേ? ഇന്നേക്ക് 10-ാം നാൾ തൃപ്പങ്കോട്ടപ്പന്റെ തിരുസന്നിധാനത്തിൽ വെച്ച് മികവിൽ മികച്ചേരി വീട്ടിലെ തുമ്പോലാർച്ച അഗ്നി പരീക്ഷണം നടത്തി കന്യകാസത്യം തെളിയിക്കുന്നതാണ്. കൊച്ചു തമ്പുരാട്ടി,
നിലച്ചതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്. എല്ലാം ദൈവവിധിയെന്നോർത്ത് സമാധാനിക്കും. തുണി വീട് ശ്വാസം മുട്ടി കഷ്ടതാവും. എന്തോ നീ ഇങ്ങനെ പറഞ്ഞൊന്ന് കുത്താതെ നാഞ്ഞു കുത്തടി വയറ് വെച്ചേക്കുന്നേ. കുത്തടി കുമ്പേ എന്ന് പറഞ്ഞ നെല്ലുണങ്ങുണ്ടായോ? എന്ത് കൂവാമച്ചി കൂവനെ? കാത്തു കിടക്കണ നരി പേടിക്കുമല്ല. അങ്ങനെ പറയടി താമരേ. താമര തങ്കച്ചി, അയ്യോ അറിയത്തില്ലോ, ഞാൻ എന്റെ ആങ്കറ. എന്താ മൂത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് നിങ്ങളുടെ മോഹൻ ശങ്കരൻ, കണ്ട് കാട്ടിപ്പോയ ശങ്കരൻ താഴെ നോക്കാൻ. എന്താ മുതുപാളരെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇത് നിങ്ങളുടെ മോഹൻ പണ്ട് കാട്ടിപ്പോയവൻ. കാട്ടിച്ചെന്ന് പുലിയുടെ വായിച്ചാടി, ഇത് താഴോട്ടിറങ്ങി, ഇത് കത്തി കൊണ്ട് വയറ് കീറി, ഇത് വിളിച്ചാടി. അങ്ങനെ കാട്ടിൽ വളർന്ന നിങ്ങളുടെ മോൻ ശങ്കരൻ. മോനെ ശങ്കര, എന്റെ പെങ്ങളെ കിടന്ന് പെണ്ണാണ് പതുക്കെ പിടിച്ചോ. ഞാൻ നോക്കി നിന്നാൻ പറ്റില്ല. തൃപ്പൻകൊട്ടപ്പന്റെ തിരുനടയിൽ മേച്ചേരി വീട്ടിലെ തുമ്പോലാത്ത തീർച്ചയായും സത്യം ചെയ്യണു. സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനോട് ഏറ്റുമുട്ടി അംഗം വിട്ട് ജയിപ്പവർക്ക് രാജ്യവും പെണ്ണിനെയും കൊടുക്കുമെന്ന് ബ്രാഹ്മണം കണ്ടാണ് ഞങ്ങൾ വന്നത്. ജയിച്ചു പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരും. ശങ്കര തമ്പരാക്കന്മാരുടെ അംഗമാണ്. ശങ്കരൻ തെറ്റാ, ശങ്കരപ്പോഴോ പറയാതെ. അങ്ങനെ അംഗം കാണാൻ ഞാനും വരട്ടെ? അയ്യോ തങ്കത്താമര തങ്കച്ചി, നീ അംഗം വെട്ട് കാണാൻ വരണ്ട. അംഗം വെട്ട് കണ്ട നിനക്ക് തലചുറ്റും, നീ താഴെ വീഴും. നിന്റെ ഈ ആംഗള അംഗ ജയിച്ച് പെണ്ണിനെയും കൊണ്ട് ഈ കുടിയിലേക്ക് വരും. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.